ഹായ്, എല്ലാവർക്കും കത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡോഗിനെ കുളിപ്പിക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. ഡെയിലി വീഡിയോ ഇടണമെന്നുണ്ട്, പക്ഷേ വീഡിയോ ഇടാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് സ്കൂളിൽ പോകുന്നത് കാരണം വീഡിയോ ഇടാനുള്ള സമയമില്ല. വൈകിട്ട് വരുമ്പോഴത്തേനും താമസം ഒത്തിരിയാകും. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആകുന്നത്. കണ്ടോ, നമ്മുടെ മാലൂസ് വന്നിട്ടുണ്ട്. നമ്മുടെ അമ്മച്ചിയാണേ. എൻ്റെ ദേഹം മൊത്തം ചവിട്ടി തേച്ച് വെച്ചേക്കും. രണ്ടും കൂടെ തുറന്ന് വിട്ട ഉടനെ ദേഹത്ത് ചാടിക്കയറണം. അല്ലേ, ഒന്നുമില്ല, നിന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ചിലരും ചോദിക്കുന്നു. മക്കളൊക്കെ എന്ത് ചെയ്യും? അവിടെ മക്കളെ നമ്മൾ എടുക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അവിടെ മക്കളെന്ന് പറയുമ്പോൾ ഒരാൾ വരുന്നുണ്ട്. ഇത് നോക്കേ, എനിക്ക് വേണ്ട. അയ്യോ, ഇതുണ്ട് നമ്മുടെ അച്ചാച്ചൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ മീഷോയിൽ നിന്നാണെങ്കിൽ പിന്നെ നമ്മുടെ ഷാമ്പൂ ഒക്കെ തീർന്നിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ മീഷോയിൽ നിന്ന് നമ്മൾ ഷാമ്പൂ ഓർഡർ ചെയ്ത്, അപ്പോൾ അതിൻ്റെ കോംബോ ഓഫറായിട്ട് നമുക്ക് ഷാമ്പൂ, കണ്ടീഷണർ, ഒരു സ്പ്രേ കിട്ടിയിട്ടുണ്ട്. 300 ആണ് വില. 300-നകത്താണ് വില. അപ്പം ഞാനൊന്ന് കാണിക്കാം ഇതൊക്കെയാന്ന്. കണ്ടോ, ഇത് ഷാമ്പൂ ആൻഡ് കണ്ടീഷണറാണ്. ഇത് ഷാമ്പൂ ആണ്, ഡോഗിനെ കുളിപ്പിക്കാനുള്ള ഷാമ്പൂ, പിന്നെ ഒരു സ്പ്രേ. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാ ശനിയോ ഞായറോ ആണ് നമ്മൾ ഇവരെ കുളിപ്പിക്കാറുള്ളത്. നമുക്ക് ഡെയിലി കുളിപ്പിക്കാനെന്ന് വെച്ചാൽ രാവിലെ കുളിപ്പിച്ചിട്ട് പോയവർക്ക് തണുപ്പടിക്കുമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ നമ്മൾ കുളിപ്പിക്കാറില്ല. വൈകിട്ട് വന്നിട്ടാണ് കുളിപ്പിക്കുന്നത്. എൻ്റെ ചെറുക്കൻ ഇരിക്കുന്നതുണ്ടോ? എൻ്റെ ചെറുക്കനെ കണ്ടോ? കുന്തിരിപ്പിനെ ഇപ്പം കുളിക്കുവാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്ഥലം കാലിയാക്കും. അതുപോലെ കെട്ടിയിടാൻ തുടലെടുത്തോണ്ട് വരാൻ പറഞ്ഞാലും ഞങ്ങൾ ജീവനും കൊണ്ട് ഓടി കട്ടിലിനടിയിൽ പോകും. കട്ടിലിനടിയിലാകുമ്പോൾ ആരും കയറത്തില്ലെന്ന് അവനറിയാം. അവനെ വിളിക്കാൻ ആരും കയറത്തില്ലെന്ന് അവനറിയാം. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. അപ്പൂഷ ഒരു ഹായ് പറഞ്ഞേ. ആദ്യം ആരാ കുളിക്കുന്ന? മാലൂസാണ്. മാലൂസ് വീഡിയോ ഇട്ട് നടക്കുന്നുണ്ട്. ആദ്യം ഇന്ന് അത് പൊട്ടിച്ച് അതൊക്കെ ഉപയോഗിക്കാൻ ആദ്യം സമാധാനം വരത്തില്ല. ആദ്യം അങ്ങനെ ആദ്യമുണ്ട്. അപ്പം നമ്മൾ ഇവരെ കുളിപ്പിക്കാൻ പോവാം കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ പിടിച്ചവിടെ വെച്ചിട്ടുണ്ട്. പൈപ്പിൻ്റെ അടുത്ത് ഇരുത്തി കുളിപ്പിക്കാൻ ഒക്കത്തില്ല. എനിക്ക് ഒരിടത്ത് ഇരുന്നേ കുളിപ്പിക്കാൻ ഒക്കത്തുള്ളൂ. നടുവേദന ഉള്ളതുകൊണ്ട് ഒരിടത്ത് ഇരുന്നാണ് ഞാൻ ഇവരെ കുളിപ്പിക്കുന്നത്. അപ്പം നമ്മൾ കുളിക്കാൻ പോവാണ്. ഇവളെന്തോ തപ്പി നടക്കുന്നുണ്ട് ഇവിടെ ഒരാൾ. കാണിച്ചു തരാം. മാലുഷേ അവള് ഭയങ്കര ഗമയില്ല കേട്ടോ. ഞങ്ങളുടെ ചെക്കനെ കണ്ടോ? ഞങ്ങളുടെ ചെക്കനെ, ഞങ്ങളുടെ അച്ചാച്ചനാ, ചെക്കനല്ല അച്ചാച്ചൻ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് എടുത്തിട്ട് തലയ്ക്ക് ഒരു കടി വെച്ച് കൊടുക്കും. അതാ ഇപ്പം പരിപാടി. കുഞ്ഞുങ്ങളെ എടുത്ത് അവന് കാണണം. കണ്ടു കഴിയുമ്പോൾ അവൻ്റെ തലയ്ക്കൊരു കടി. ആദ്യം ഒന്ന് മണപ്പിച്ച് നോക്കും, എന്നിട്ട് തലയ്ക്ക് കയറി പിടിക്കും. ഇവൻ എന്തോ ചെയ്യുവാന്ന് എനിക്കറിയത്തില്ല. എന്തോ ചെയ്യുവാടാ നീ കുഞ്ഞുങ്ങളെ എന്തോ ചെയ്യുവാ? നമുക്ക് കുളിച്ചാമ്പാ. അപ്പം ഞങ്ങൾ കുളിക്കാൻ പോകുന്ന വീഡിയോ ആണ് എടുത്തേ. മാലൂസ് എന്തോ പറയുന്നത്? മാലൂസ് ക്ഷീണിച്ചു പോയി കേട്ടോ. ഞങ്ങൾ ചെറുക്കിന് പോലും ആഹാരം കൊടുക്കാതെ ആ കൊച്ച് തിന്നുന്നത്. 2 പാത്രത്തിൽ കൊടുത്താലും അവൾ ഏതെങ്കിലും പാത്രത്തിൽ നിന്ന് തിന്നത്തില്ല. 2 പേരും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാറുമുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാം, ചെറുക്കിന് കൊടുക്കത്തില്ല. ചെറുക്ക ഒരിടത്ത് മാറിയിരിക്കും. അവൾ രണ്ടും കനട്ടുമ്പോഴത്തേനും ചെറുക്ക ഒരിടത്ത് മാറിയിരിക്കും. പക്ഷേ ഞങ്ങളുടെ ചെറുക്കിന് വണ്ണം വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കൊച്ചിന് വണ്ണം വെച്ചിട്ടില്ല. കൊച്ച് മെലിഞ്ഞാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ അപ്പു തിന്നുന്നുണ്ട്. കുറച്ച് തിന്നുന്നുണ്ടാണ് അവിടെ അപ്പൂന് വണ്ണം വെച്ച്. അന്നോടെ അപ്പൂശേ, ഞങ്ങളുടെ ചുണ്ടര മോന് തിന്നുന്നുണ്ടോ? ആ മാള് ഇവിടെ കിടന്ന് വിരകുക. അവൾക്ക് കുഞ്ഞുങ്ങളെ നീ അവിടെ നിന്ന് മാറ്റി ഇവിടെ കൊണ്ടുവരാനായിരിക്കും. അവൾ ഇന്നലെ തൊട്ട് വിചാരിക്കുന്നുണ്ട് അവൾ കുഞ്ഞുങ്ങളെ ഒന്ന് മാറ്റിയാൽ കൊള്ളാവുന്നു. അപ്പം നമ്മൾ ഇവരെ കുളിപ്പിക്കാൻ പോവാം കേട്ടോ. ഞങ്ങൾ കുളിക്കാൻ പോകുകയാണ്. അത് കൊണ്ടുവെക്കും മോനെ. അത് വേണ്ട. അവന്റെ കയ്യെ പിടിക്കാൻ ഇഷ്ടമല്ല. കുളിക്കാൻ പോകുന്ന കുളിക്കാൻ മുങ്ങുന്നു. നമ്മുടെ ചെറുക്കൻ്റെ രാവിലെ ഒന്ന് കുളിച്ചാണ്. ഒന്നും കൂടെ ഞാൻ കുളിക്കേണ്ടി വരുവേ. ഇവന് മാളുവാണെങ്കിൽ പിന്നെ ദേഹത്ത് ചാടി കറത്തേ ഉള്ളൂ. ഇത് ഈ ദേഹത്ത് മൊത്തം കുളിപ്പിക്കുകയോ ചെയ്യുന്നത്. നമ്മുടെ അപ്പുക്കുട്ടന് കുളിക്കുക ഇച്ചിരി മടിയാണേ. വെയിലാണ്ട് ചിലപ്പോൾ ക്ലിയർ അല്ലെന്ന് തോന്നുന്നു നന്നായിട്ട്. അപ്പോൾ നമ്മൾ അപ്പുക്കുട്ടൻ്റെ ദേഹത്തെല്ലാം വെള്ളം വെച്ച് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഷാമ്പു ദേഹത്തേക്ക് സ്പ്രെഡ് ആക്കാനാണ്. ഇച്ചിരി വെള്ളം എടുക്കാം.
ഇവരെ കുളിപ്പിച്ചിട്ട് എനിക്ക് ഒന്നുകൂടെ കുളിക്കണം. ഇങ്ങനെ എന്നേലേ കുളിക്കത്തുള്ളൂ. അല്ലയോ അപ്പൂഷേ? അല്ലയോ? ആ ഉമ്മ വരുമോ? അമ്മയ്ക്ക് ഉമ്മ വരുമോ? ഒരു ഉമ്മയുടെ വരുമോ? വിറയ്ക്കുന്നേ എന്തുവാ? കുളിക്കണം. ആൺപിള്ളേരായ കുളിക്കണം. ഞാൻ നല്ല മണമുണ്ടല്ലോ. ആഹാ എന്തൊരു മണമാ, ഇതെന്തൊരു മണമാ. ഞാൻ തേക്കുന്ന ഒരു ബ്രഷ് മേടിക്കണം. കുറേ നാളുകൊണ്ട് വിചാരിക്കും ഒരു തേക്കുന്ന ഒരു ബ്രഷ് മേടിക്കണമെന്ന്. എന്തുവാ എന്തോ പറ്റി എൻ്റെ അപ്പൂസിന് എന്തോ പറ്റി? കുളിച്ചാൻ വയ്യായോ? ഒക്കം വേണോ? കുളിച്ചാൻ തുടങ്ങിയപ്പോഴും ഒക്കം വേണോ? കണ്ണെല്ലാം അങ്ങ് അഞ്ഞു പോന്നല്ലോ. വെറുതെ മുങ്ങി കേട്ടോ, വെറുതെ മുങ്ങിയിട്ടുണ്ട് കുളിക്കാൻ നടന്നപ്പോഴേ. അങ്ങനെ നമ്മുടെ കുളി ഷോപ്പിട്ട് മസാജ് ചെയ്താണ് ഞങ്ങൾ കുളിച്ചിരുന്നത്. അറിയാമോ? അങ്ങനെ ചേർക്കാൻ ഷാമ്പൂ ചേർക്കാം. നമ്മുടെ സോപ്പിടെല്ലാം കഴിഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ മാലൂസിനെ കുളിപ്പിക്കാൻ പോവാണേ. നിൽക്കടെ. വെള്ളം വേണേ, അത് വെള്ളം എടുത്ത് വെച്ചിട്ട് മാളൂസ് കുളിക്കണു. തുടങ്ങും. ഇവിടെ നിൽക്കുക എൻ്റെ കുഞ്ഞെ, തെന്നി അങ്ങ് പോവാ. അവിടെ വെക്ക്. ഞാൻ മാലൂസ് കുളിച്ചാൽ നിൽച്ചു വേണ്ടോ? മാലൂസ് നിൽക്കുന്നേ. നേരത്തെ മടിയിലോട്ട് അങ്ങ് ചാടി കയറുമായിരുന്നു മാലൂസ്. ഷാമ്പു വേണ്ട, ആദ്യം ഷാമ്പു വേണ്ട. ഷാമ്പു ആവശ്യത്തിനെടുത്ത് വേണ്ടെന്ന് ഷാമ്പു ഇട്ട് ഞാൻ പറഞ്ഞിരിക്കുവാ. എനിക്ക് ആദ്യോട് പറയാൻ വേണ്ടെന്ന്. എനിക്ക് വയ്യ, ഞാൻ ഒന്നുകൂടെ കുളിക്കേണ്ടി വരും. പാൽ കൊടുക്കുന്ന അമ്മയെ ഇവിടെ ഒരു കുരുത്തക്കേട് ഭയങ്കരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുവാണ്. എൻ്റെ കണ്ടോ ഷാമ്പു പതപ്പിച്ചുകൊണ്ടേ ഇരിക്കും ഇവിടെ. അത് നമ്മൾ കുളിക്കുന്ന ഷാമ്പു ആയാലും എന്തായാലും അവന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് കുറേ സാധനങ്ങൾ ഇഷ്ടമുണ്ട്. അതൊക്കെ നീ വേണ്ട, കൊണ്ടുവെക്ക് ഷാമ്പു. അലമാരി കൊണ്ടുവെക്കണം കേട്ടോ. അലമാരി കങ്കാരി വരില്ലയോ? കങ്കാരി കുഞ്ഞായിരുന്നു. കങ്കാരി ചെവി ഇരിക്കുന്നു നോക്ക്. കങ്കാരി കുഞ്ഞിൻ്റെ ഇങ്ങനെ വാലുവിടെ കഴിയട്ടെ. വാലുവിടെ എൻ്റെ കൊച്ചു പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് കങ്കാരി. അയ്യോ എൻ്റെ ദേഹം മൊത്തം നനഞ്ഞ് കുളിച്ച് ഞാനും കുളിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്